ഉണ്ണിയപ്പവും നെയ്യപ്പവും ഇഷ്ടമല്ലാത്ത മലയാളി ഉണ്ടാവില്ല അല്ലെ? അതൊരു സത്യം തന്നെയാണ്. ഉണ്ണിയപ്പവും നെയ്യപ്പവും ഉൾപ്പെടെ പലഹാരങ്ങൾ ഉണ്ടാക്കി വിജയിച്ച ഒരു കുടുംബമുണ്ട് തൊടുപുഴയിൽ. എബിൻ ജോസ് ആണ് ആ കുടുംബത്തെ നമുക്കായി പരിചയപ്പെടുന്നത്. തുടങ്ങനാട്ടെ മധുരം വിളമ്പുന്ന ജാസ്മിൻ എന്ന സംരംഭകയുടെ പാചകപ്പുരയിലെ രുചിക്കുട്ടറിയാനാണ് നമ്മളിനി യാത്ര പോകുന്നത്. ജീവിതത്തിന്റെ പാതി വഴിയിൽ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ജാസ്മിൻ തുടങ്ങിയ സംരംഭം ഇന്ന് 12ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമാണ് എന്നറിയുമ്പോഴാണ് അതിന്റെ പ്രാധാന്യവും അതിന്റെ മധുരവും കൂടുന്നത്. അപ്പോൾ നമുക്ക് തൊടുപുഴ വരെ ഒന്ന് പോവാം. നെക്സ്റ്റ് റൈറ്റ്. ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ മലയാളിയുടെ ഇഷ്ട പലഹാരങ്ങളാണ്. ഈ പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റ് വിജയം നേടിയ ഒരു സംരംഭകയുടെ അടുത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തുടങ്ങനാട്ടെ ജാസ്മിൻ ചേച്ചിയുടെ നെയ്യപ്പത്തിൻ്റെയും ഉണ്ണിയപ്പത്തിൻ്റെയും ഒക്കെ രുചിവിശേഷങ്ങൾ അറിഞ്ഞു വരാം. നമ്മളപ്പോൾ അങ്ങനെ തുടങ്ങനാട്ട് ജാസ്മിൻ ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ ഉണ്ണിയപ്പത്തിൻ്റെ രുചിവിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അവരവിടെ നമ്മളെ കാത്തു നിൽപ്പുണ്ട്. അവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി തുടങ്ങിയോ? ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ആറായിട്ട് പോകുന്നല്ലേ? കുഴപ്പമില്ല. ഒരു കാലത്ത് എല്ലാവരെയും പോലെ തന്നെയായിരുന്നു ജാസ്മിനും. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് കാർ ഓടിച്ച് എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ആള് സെറിബ്രൽ പാൾസി ബാധിച്ച മകൻ അഖിലിന്റെ ചികിത്സയ്ക്കിടെയാണ് സ്വന്തം കാഴ്ച നഷ്ടപ്പെടുന്ന വിവരം തിരിച്ചറിയുന്നത്. ഞങ്ങൾക്ക് അവനുണ്ടായി കഴിഞ്ഞ 6 മാസമായപ്പോഴാണ് അറിയുന്നത് അവന് സെറിബ്രൽ പാൾസി എന്നൊരു അസുഖം ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. നമ്മൾ കോട്ടയം, മണിപ്പാൽ, പിന്നെ വയനാട്, മദ്രാസ്, മൈസൂർ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ കൂടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് നടന്നു. അങ്ങനെ ഞങ്ങൾ മദ്രാസിലായിരുന്ന സമയത്ത് ഒരു 1.5 വർഷം അവിടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ കണ്ണിന് ചെറിയ ബുദ്ധിമുട്ട്, കാഴ്ചയ്ക്ക് കുറവല്ല, പക്ഷേ എന്തോ ചില സമയത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് നെർവ് വീക്കാകാനുള്ള ആരംഭമാണ്. പക്ഷേ ഇപ്പം പെട്ടെന്നൊന്നും കുറയല്ല. ഒരു 10-65 വയസ്സായിട്ടേ കാഴ്ച കുറയുള്ളൂ. പക്ഷേ ഇപ്പോൾ അതിന് മെഡിസിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. റെറ്റിനറ്റിക് പിഗ്മെന്റോസ എന്നാണ് എൻ്റെ കണ്ണിൻ്റെ അസുഖത്തിൻ്റെ പേര്. രണ്ട് കിലോ പച്ചരിയിൽ നിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങി. സമീപത്തെ കടകളിൽ ആദ്യം നൽകി ആവശ്യക്കാർ ഏറിയതോടെ കൂടുതലായി ഉണ്ടാക്കി. ഇന്ന് അപ്പൂസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന പേരുള്ള സംരംഭത്തിന്റെ അമരത്താണ് ജാസ്മിൻ ഉള്ളത്. നെയ്യപ്പത്തിന് നമ്മൾ പൊടി മിക്സ് ചെയ്ത് 3 ദിവസം മുന്നേ വെച്ചിരിക്കും. 3-4 ദിവസമൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല. അതിന് അരി, പഞ്ചസാര, ജീരകമാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് അല്ലെങ്കിൽ തലേ ദിവസം വൈകിട്ടെടുത്ത് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത്, പിന്നെ നമ്മൾ ഇതിനകത്ത് കുഴയ്ക്കാനായിട്ട് വെള്ളം നമ്മൾ ചേർക്കുന്നില്ല, പാലാണ് മുഴുവനും ചേർക്കുന്നത്, പശുവും പാൽ. അതുകൂടാതെ തേങ്ങയും ചേർക്കും. ഇത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി മാവ് സെറ്റാക്കി കൊടുക്കും. ഇവിടെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ ഇതിൽ കാണും നമ്മൾ എൻ്റെ മാവിൻ്റെ നെയ്യപ്പത്തിൻ്റെ സൈസ്, മയം ഉണ്ടോയെന്ന്, പിന്നെ സൈസ് ഒത്തിരി വലിപ്പം കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കി, പിന്നെ ഉള്ളു വെന്തിട്ടുണ്ടോ എന്നൊക്കെ മുറിച്ച് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും.
അരി പൊടിച്ച് സ്വയം തയ്യാറാക്കുന്ന കൂട്ടുകൾ ചേർത്താണ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. മണവും രുചിയും അറിഞ്ഞ് കുറവുകൾ നികത്തി മേൽനോട്ടം നൽകുന്നത് ജാസ്മിനാണ്. ഭരണങ്ങാനം ഉൾപ്പെടെയുള്ള ദേവാലയങ്ങൾ നേർച്ചയ്ക്കായി ഉണ്ണിയപ്പവും നെയ്യപ്പവും നൽകുന്നുണ്ട്. നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോകണം എന്നുള്ളൊരു മുന്നോട്ട് തന്നെ പോകണം. കാരണം നമ്മൾ പുറകോട്ടൊരിക്കലും നിൽക്കാൻ പാടില്ലല്ലോ, മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടെല്ലാം കാഴ്ച പോയെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലെല്ലാം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഞാൻ. നമ്മുടെ സ്റ്റാഫ് കണ്ടല്ലോ, ഇവരെല്ലാവരും നല്ല സഹകരണമാണ്, ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്തും. പിന്നെ അതുപോലെ ഞങ്ങളുടെ നാട് തുടങ്ങനാട് എന്ന് പറയും, തൊടുപുഴയ്ക്കടുത്ത് ഭയങ്കര സപ്പോർട്ട് തരുന്നേ ഞങ്ങളുടെ വീട്ടുകാരും സ്റ്റാഫും നാട്ടുകാരും എല്ലാം ഒത്തിരി നല്ല സഹായമാണ്. ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികളിൽ പതറിപ്പോകുന്നവർക്ക്, വിധിയെ പഴിക്കുന്നവർക്ക് ജാസ്മിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ വളരെ രുചികരമായ പലഹാരമാണ്. അതിന് രുചിയാക്കുന്നത് അതിൻ്റെ കൂട്ടുകളാണ്. ഇവിടെ ജാസ്മിൻ ചേച്ചിയുടെ ഈ പലഹാരങ്ങൾക്ക് രുചി കൂടുന്നത് അതിൽ കഠിനാധ്വാനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കൂട്ടുകൾ കൂടി ചേരുന്നതുകൊണ്ടാണ്. ക്യാമറമാൻ ഹരീഷിനൊപ്പം എബിൻ ജോസ്, 24 തൊടുപുഴ. ജാസ്മിൻ ചേച്ചി ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിന് ഇരട്ടി മധുരമുണ്ട്. അത് കഴിക്കാതെ തന്നെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ അതിശയിപ്പിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ചുറ്റുപാടും. ഇങ്ങനെയൊക്കെയുള്ള യാത്രയിലൂടെയാണ് അവരെയൊക്കെ പരിചയപ്പെടാൻ കഴിയുന്നത്. എത്രമാത്രം പോസിറ്റീവ് എനർജിയാണ് ചേച്ചിയുടെയൊക്കെ വാക്കുകളിലുള്ളത്. അത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ പ്രചോദനമാണ്. ഒരുപാട് പേർക്ക് അത് പ്രചോദനമാകട്ടെ. അത്രയും ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നുമുണ്ട്. ഇതാ എന്താണ്, കാണുമ്പോൾ അടിപൊളി ഉണ്ണിയപ്പം, പരിമിതികൾ അതിജീവിച്ച് ജാസ്മിന് ആശംസകൾ എന്ന് പറയുന്നു വിപിൻ വെള്ളിയാട്ട്. ജാസ്മിൻ ദൈവം തന്നോട് കൂടെ തന്നെ കാണുമെന്ന് രഞ്ജുഷ പത്മിനി പറയുന്നു. അങ്ങനെ ജാസ്മിന്റെ സംരംഭം കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ, ആശംസകൾ എന്ന് പറയുന്നു വിപിൻ വെള്ളിയാട്ട്. അങ്ങനെ ഒരുപാട് പേർ പറയുന്നു.